നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. മാർവലിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ലതായിരുന്നു, എൻജോയ് ചെയ്തു. അതെ ഡെഫിനറ്റ്ലി ആസ് യൂഷ്വൽ സൂപ്പറാണ്. ഓക്കെ എന്താണ് ബ്രോ കിടിലം പടം, ഒന്നും പറയില്ല. സ്പൈഡർമാൻ ആറാടി, ഒന്നും പറയില്ല. സ്പൈഡർമാൻ കിടിലം പടം, അടിപൊളിയാണ്. സൂപ്പർ പടാ ബ്രോ. ഇതുവരെ കണ്ടതിൽ നിന്ന് ഇച്ചിരൂടെ മെച്ചൂർഡ് ഒരു സ്പൈഡർമാനെ കണ്ട്. പിന്നെ പണിഷറിൻ്റെ ഒരു മനസ്സിലാവണമെങ്കിൽ പണിഷർ സീരീസ് കണ്ടിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ. ഡിസപ്പോയിൻമെൻ്റ് ആണ്, ഭയങ്കര ലാഗാണ്. മാർവൽ ഫാൻസ് ഫൈഡി നിങ്ങളെ കൊണ്ട് തോപ്പിച്ചു. അടുത്ത ഡൂംസ്ഡേയിൽ നോക്കാം. മാർവൽ ഫാൻസിൽ ആൾറെഡി ജയിച്ചിട്ട് ഒരു കാര്യമില്ല. നല്ല ഫിലിമാണ്, വളരെ നല്ല മൂവിയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരവെന്ന് വേണമെങ്കിൽ പറയാം. അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന് ശേഷം വന്ന ഒരേ ഒരു നല്ല പടം സ്പൈഡർമാൻ നോ വേ ഹോം ആയിരുന്നു. ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു നല്ല മൂവി വന്നിരിക്കുന്നു സ്പൈഡർമാൻ്റെ കൂടെ തന്നെ. വെൽ വർത്ത്. അഭിനയമൊക്കെ കൊള്ളാം. ഒരു സൂപ്പർ ഹീറോ മൂവിക്ക് വേണ്ട ഒരു അഭിനയം എല്ലാം നന്നായിട്ടുണ്ട്. ഡൂംസ്ഡേക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ്. അല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്പൈഡർമാൻ്റെ ഒരു മൂവി ആയതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഒപ്പീനിയനാണ് പറയുന്നത്. സ്പൈഡർമാൻ വേണ്ടി വന്നു. MCU തകർന്നിരുന്ന MCUവിനെ വീണ്ടും സേവ് ചെയ്ത് കൊണ്ടുവരും. ആ രീതിയിലാണ് പടം എടുത്തിരിക്കുന്നത്. അത് ഫൈറ്റിങ്ങിലാണെങ്കിലും ഇമോഷണലി കണക്റ്റ് ആവുന്നുണ്ട്. എല്ലാ രീതിയിലും ഇപ്പോൾ പറഞ്ഞ കാസ്റ്റ് ചെയ്തിരിക്കുന്ന താരങ്ങളാണെങ്കിൽ ക്യാരക്ടേഴ്സ് ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ മാക്സിമം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കൊള്ളാൻ കണ്ടിരിക്കാൻ സ്പൈഡർമാൻ ഫാൻസിന് ഇഷ്ടപ്പെടും. കൊള്ളാടാ, പടം നൈസായിട്ടുണ്ട്. ലൈക്ക് പീക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റോറി അവർ കൊണ്ടുപോയ രീതി കൊള്ളാം. ഇമോഷണൽ സംഭവങ്ങളൊക്കെ നല്ല കണക്ട് ആയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിന്റെ വലിയ നൈസായിട്ടുണ്ട്. ടോം ഹോളണ്ട് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് പൊളിയായിരുന്നു, കിടിലായിരുന്നു. ലൈക്ക് ലിറ്ററലി എനിക്ക് വേർഡ്സ് കിട്ടല്ല പറയാൻ. ലൈക്ക് എൻ്റെ അമ്മ ടോം ഹോളണ്ടും സെൻഡിയും ഒക്കെ അല്ല, സേഡി സിംഗ് ഒരു രക്ഷയില്ല. ഇമോഷൻ സീൻസ് ഒക്കെ എല്ലാം കരഞ്ഞ് എല്ലാം സൂപ്പറായിരുന്നു. എൻ്റെ അമ്മ സേഡി സിംഗ് എസ്പെഷ്യലി സൂപ്പർ. പോസ്റ്റ് ക്രെഡിറ്റ് പോയി കാണും. എൻ്റെ അമ്മ സൂപ്പറായിരുന്നു, നല്ല സൂപ്പർ, നല്ല പടമായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു, നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. പടം അത്യാവശ്യം നല്ല പടമാണ്. ഒരു ഹൈപ്പ് നിലനിർത്തി പോകേണ്ട പടം തന്നെയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഇതൊരു ഫുള്ളി ആക്ഷൻ ഓറിയൻറ്റഡ് പടമൊന്നുമല്ല. ഒരു സ്റ്റോറി വൈസും ഇമോഷണൽ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നൊരു സ്റ്റോറിയാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ എത്തണം. മുന്നത്തെ പടം പോലെ ഫുള്ളി പീക്ക് ആക്ഷൻ അങ്ങനെയൊന്നുമല്ല. പിന്നെ ക്യാമിയോ റോൾസൊക്കെ ഓക്കെ ജസ്റ്റ് വന്ന് പോകുന്നുള്ളൂ. നമ്മൾ ട്രെയിലറിലൊക്കെ കാണുന്ന ക്യാമിയോസൊക്കെ ജസ്റ്റ് വന്ന് പോകുന്നുണ്ടല്ലാണ്ട് ഒരുപാട് സീൻസ് ഒന്നുമില്ല. ഫുള്ളി ഒരു പുതിയ വേൾഡ് ഡെവലപ്പ് ചെയ്തെടുക്കുകയാണ് തോന്നുന്നത്. പടം കിട്ടില്ല, ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് നല്ല നല്ല മെമ്മറീസ് കിട്ടി. പഴയ ഒരുപാട് സിനിമകൾ നമ്മൾ പഴയ സ്പൈഡർമാൻ മൂവീസൊക്കെ കണ്ട ഒരു ഫീൽഡ് മൂവിക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല നൊസ്റ്റാൾജിയ മൊമെൻറ്റ്സ് കിട്ടും. എന്തായാലും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാനില്ല. അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും അഭിനയം സൂപ്പറായിരുന്നു. നിങ്ങൾക്കറിയാലോ, ഇപ്പോഴും പടമാണ്. എന്തായാലും വന്ന് കാണാൻ നോക്കുക. മാക്സിമം സ്പോയിലർ ഫ്രീ ആക്കി വെക്കാൻ നോക്കുക.